നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. കട്ടപ്പന നഗരത്തിലെ റിംഗ് റോഡുകളുടെ ടെൻഡർ പൂർത്തിയായതായും ഇതോടൊപ്പം നഗര സൗന്ദര്യവൽക്കരണവും നടത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. മലയോര ഹൈവേയിലെ കട്ടപ്പന മുതൽ പുളിയന്മല വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിന് 44 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി. സീറ്റുകൾ വെച്ചുമാറുന്നത് ഇപ്പോൾ ചർച്ചയിലില്ലെന്നും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ മത്സരിക്കുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്തിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂവെന്നും മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുമെന്നും തൊടുപുഴയിലെ സ്ഥാനാർത്ഥിത്വം കൃത്യസമയത്ത് തീരുമാനമെടുക്കുമെന്നും PJ ജോസഫ്. വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിൽ വെച്ചുപിടിപ്പിച്ച ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി. കഞ്ഞിക്കുഴി, മൈലപ്പുഴ, കുളത്തിങ്കൽ ഉഷാരാജുവിന്റെ പുരയിടത്തിലെ 100ഓളം ഏലച്ചെടികളാണ് സഹോദരൻ വെട്ടിനശിപ്പിച്ചത്. വീട്ടമ്മ കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകി. ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 26 രാവിലെ 9 ഇടുക്കി IDA ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തും. വിശദമായ വാർത്തകൾ. കട്ടപ്പന നഗരത്തിലെ റിംഗ് റോഡുകളുടെ ടെൻഡർ പൂർത്തിയായതായും ഇതോടൊപ്പം നഗര സൗന്ദര്യവൽക്കരണവും നടത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. മലയോര ഹൈവേയിലെ കട്ടപ്പന മുതൽ പുളിയന്മല വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിന് 44 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ സന്തോഷകരമായൊരു കാര്യമാണ് കട്ടപ്പന ടൗണിലെ റിംഗ് റോഡുകൾ അത് പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ ടൗണുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉൾപ്രദേശങ്ങളെല്ലാം മനോഹരമായ റോഡ് ശൃംഖലയായി മാറും. അതിന് 30 കോടി രൂപയാണ് അനുവദിച്ചത്. അതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇനി അതിൻ്റെ PQ ഫിനാൻസ് മീറ്റിംഗ് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തോടുകൂടി ആ നടപടികൾ പൂർത്തീകരിക്കുമെന്നാണ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വർക്ക് ടെൻഡേർഡാണ്, ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ആ നടപടി പൂർത്തീകരിച്ച് ആ വർക്ക് ആരംഭിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കട്ടപ്പന ടൗണിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം നല്ല റോഡും കട്ടപ്പന ടൗൺ ബ്യൂട്ടിഫിക്കേഷനും ഇതിൻ്റെ ഭാഗമായി നടത്താനായിട്ട് സാധിക്കും. അപ്പം മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുക, അത് താമസിയാതെ തന്നെ ഫെബ്രുവരിയിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുട്ടിക്കാനം മുതൽ കട്ടപ്പന വരെയുള്ള റോഡ് എത്ര മനോഹരമായിരിക്കുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ വികസന പ്രശ്നങ്ങളും സ്വപ്നങ്ങളും എല്ലാം കൃത്യമായി അറിയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ ഏറെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ നിന്ന് പുളിയമലയിലേക്കുള്ള ബാക്കി ഭാഗം ഏകദേശം 44 കോടി രൂപയും കൂടി പുതുതായി അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭരണാനുമതിയും ലഭ്യമായ സാഹചര്യത്തിൽ താമസിയാതെ അതിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് പുളിയമലയുള്ള റോഡ് ഭാഗം കൂടി തീരുന്നതോടുകൂടി കട്ടപ്പനയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ദർശിക്കാൻ കഴിയുന്നത്. കട്ടപ്പന പോലെ തന്നെ അടുത്ത വെള്ളയാംകുടി ടൗണുണ്ട്. ഇപ്പം 20 ഏക്കർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്നു വരുന്നത് ഈ പറയപ്പെടുന്ന മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ്. പാറക്കടവ് കടന്നു പോകുന്നത് കട്ടപ്പന പുളിയമല റോഡിൻ്റെ ഭാഗമായിട്ടാണ്. വെള്ളയാംകുടി കടന്നു വരുന്ന NHൻ്റെ പോർഷനാണെങ്കിലും വെള്ളയാംകുടി ടൗൺ ഒരു ബ്യൂട്ടിഫിക്കേഷൻ പ്രത്യേകമായി നടത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനുള്ള നടപടിയും സ്വീകരിച്ചു വരികയാണ്. അങ്ങനെ നമ്മുടെ പ്രദേശത്തിൻ്റെ പൊതുവായ വികസന സാധ്യതകളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന അടിസ്ഥാന സൗകര്യ വികസനം, അത് റോഡുകളുടെ പ്രാധാന്യം വളരെ മുൻപന്തിയിലുണ്ട്. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു വരികയാണ്. സീറ്റുകൾ വെച്ചുമാറുന്നത് ഇപ്പോൾ ചർച്ചയിലില്ലെന്നും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ ഇത്തവണ മത്സരിക്കുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്തിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുമെന്നും തൊടുപുഴയിലെ സ്ഥാനാർത്ഥിത്വം കൃത്യസമയത്ത് തീരുമാനമെടുക്കുമെന്നും PJ ജോസഫ് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച ആ സീറ്റ് ആവശ്യപ്പെടുന്ന അപ്പോൾ തീരുമാനിക്കുകയില്ല. മുന്നണി അടിത്തറ വികസിപ്പിക്കാൻ നേതാക്കന്മാർ കൊണ്ടുവരുന്നത് രാഹുൽ ഗാന്ധി അതൊക്കെ വാർത്തകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം നമ്മൾ UDF ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോൺഗ്രസിനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ മത സമുദായ നേതാക്കളായിട്ടുള്ള അടുത്ത ചർച്ചകൾ മറുഭാഗത്തേക്ക് വിവാദം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് എങ്ങനെയായിരിക്കും? അതൊന്നും ഈ തവണ മുന്നണിയെ ബാധിക്കില്ല. UDF വൻപിച്ച ഭൂരിപക്ഷത്തോടെ അറിയാം. കേരള കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച അങ്ങനെ ആവശ്യം വിളിച്ചിട്ടില്ല.
പരസ്പര ധാരണയിലെ കാര്യങ്ങൾ നടക്കും. ഈ കഴിഞ്ഞ മത്സരിച്ചിരുന്നത് ഇക്കുറി സീറ്റിന്റെ എണ്ണം കൂടുതൽ പറയുന്നുണ്ടോ, അത് കുറയാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അഭ്യൂഹങ്ങളൊക്കെ പറയുന്നു. അങ്ങനെയുണ്ടോ? കുറയാനുള്ള ഒരു സാധ്യതയില്ല. ഈ മാണി വിഭാഗത്തെ കൊണ്ടുവരണ്ട എന്ന തരത്തിലേക്കാണോ ചർച്ച ചെയ്ത്? അത് ഐക്യമുന്നണി ചർച്ച ചെയ്തിട്ടില്ല. ഇനി അതിനൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇതുവരെ ചർച്ച ചെയ്തു. വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിൽ വെച്ചുപിടിപ്പിച്ച ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി. കഞ്ഞിക്കുഴി മൈലപ്പുഴ കുളത്തിങ്കൽ ഉഷാരാജുവിന്റെ പുരയിടത്തിലെ 100ഓളം ഏലച്ചെടികളാണ് സഹോദരൻ വെട്ടിനശിപ്പിച്ചത്. വീട്ടമ്മ കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകി. ശനിയാഴ്ച രാവിലെയാണ് വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിലെ 100ഓളം ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മൈലപ്പുഴ സ്വദേശി കുളത്തിങ്കൽ ഉഷാരാജുവിന്റെ 100ഓളം ഏലച്ചെടികളാണ് നശിപ്പിച്ചതായി കണ്ടെത്തിയത്. ഞാൻ വിധവയാണ്. എൻ്റെ വിധത്തിൽ 100 കൂടെ ഏലം വെച്ചായിരുന്നു. അത് 110 രൂപ വില വെച്ചൊരു തട്ടയ്ക്ക് മേടിച്ച് നട്ടതാണ്. അത് ഇന്ന് രാവിലെ ഒരു കാര്യവും ഇല്ലാതെ വന്നിട്ട് എൻ്റെ ആങ്ങൾ വന്നത് വെട്ടി നശിപ്പിച്ചു. അവൻ തൃശ്ശൂർ സപ്ലൈ ഓഫീസറാണ്, അവൻ ജോലി ചെയ്യുന്നയാളാണ്. അപ്പം ഞങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജാറ് വെട്ടിക്കളഞ്ഞു, എല്ലാം നശിപ്പിച്ചിട്ട് അവൻ പോയി. എൻ്റെ പിള്ളേർക്കോ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നൊരു കാര്യം. അതുകൊണ്ട് ഇതിനെ തീരുമാനം ഉണ്ടാക്കി എനിക്ക് കിട്ടുന്നു. 110 രൂപ വീതം നൽകിയാണ് ഏലത്തൈകൾ വാങ്ങി കൃഷി ചെയ്തതെന്നും വലിയ നഷ്ടമാണ് സംഭവിച്ചതെന്നും ഉഷാരാജ് പറഞ്ഞു. വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. സഹോദരൻ സർക്കാർ ജീവനക്കാരനാണെന്നും വൈകിട്ട് വീണ്ടും എത്തി ആക്രമിക്കുമോ എന്ന സംശയമുണ്ടെന്നും ഇവർ വ്യക്തമാക്കി. ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 26 രാവിലെ 9 ഇടുക്കി IDA ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തും. ബാൻഡ് സംഘം ഉൾപ്പെടെ 18 പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും. പോലീസ്, വനംവകുപ്പ്, എക്സൈസ്, NCC, സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നീ വിഭാഗങ്ങൾക്ക് പുറമെ കട്ടപ്പന ഗവൺമെൻറ് കോളേജ്, കുളമാവ് ജവഹർലാൽ നവോദയ വിദ്യാലയം, പൈനാവ് MRS, വാഴത്തൊപ്പ് സെൻറ് ജോർജ് HS, കഞ്ഞിക്കുഴി SNHSS, മുരിക്കാശ്ശേരി സെൻറ് മേരീസ് HSS വിദ്യാർത്ഥികളും പങ്കെടുക്കും. രാവിലെ 8:40 പ്ലറ്റൂണുകൾ ഗ്രൗണ്ടിൽ അണിനിരക്കും. 8:45 പരേഡ് കമാൻഡർ ചുമതലയേൽക്കും. 8:50 ജില്ലാ പോലീസ് മേധാവിയും കലക്ടറും തുടർന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും ഗ്രൗണ്ടിലെത്തും. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡ് പരിശോധിക്കും. തുടർന്ന് മാർച്ച് പാസ്റ്റിന് ശേഷം മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും. റിപ്പബ്ലിക് ദിനത്തിൽ പരേഡിന് എത്തിച്ചേരുന്നവരുടെ സൗകര്യം പരിഗണിച്ച് KSRTC കട്ടപ്പനയിൽ നിന്ന് പ്രത്യേക സർവീസ് നടത്തും. ഇടുക്കി ഡാം വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിക്കും. കലക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിന്റെ അധ്യക്ഷതയിൽ ആലോചനാ യോഗം ചേർന്നു. ADM ഷൈജു P ജേക്കബ്, സബ് കലക്ടർ അനൂപ് ഗാർഗ് തുടങ്ങിയവർ സംസാരിച്ചു. ബൈസൺ വാലി ഗ്യാപ്പ് റോഡിൽ വീണ്ടും വാഹനാപകടം. ചൊക്രമുടി കുടിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ബസ് റോഡിന്റെ തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞ് 2 പേർക്ക് പരിക്ക്. തമിഴ്നാട് ട്രിച്ചി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 10:30ഓടെയാണ് അപകടമുണ്ടായത്. വാഹനത്തിൽ 15ഓളം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം തിട്ടയിലിടിച്ച ശേഷം റോഡിൽ തന്നെ മറിയുകയായിരുന്നു. യാത്രക്കാർ വാഹനത്തിനടിയിൽപ്പെട്ടതായും വിവരമുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. മൂന്നാർ കാണാനെത്തിയ സഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. ബൈസൺ വാലി ഗ്യാപ്പ് റോഡിൽ വാഹനാപകടം തുടർക്കഥയാവുകയാണ്. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ 35ാമത് ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് 2 ദിവസങ്ങളിലായി ജില്ലാ സമ്മേളനം നടന്നത്. ഭിന്നശേഷി നിയമനം, കേട്ടറ്റ് തുടങ്ങിയവയ്ക്കായി ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ഉത്തരവുകൾ മൂലം അധ്യാപക നിയമന അംഗീകാരങ്ങൾ അവതാളത്തിലായിരിക്കുകയാണെന്നും ഗസ്റ്റ് അധ്യാപക നിയമനങ്ങളും യഥാസമയം അംഗീകരിച്ച ശമ്പളം നൽകുന്നതിൽ കാലതാമസം നേരിടുന്നതായും ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനം നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലാണ് NEPക്ക് അംഗീകാരം നൽകാനുള്ള ശ്രമം ഉടലെടുത്തതെന്നും യോഗം കുറ്റപ്പെടുത്തി. ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് തോട്ടത്തിൽ അധ്യക്ഷനായിരുന്നു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല പങ്ക് വഹിച്ചിട്ടുള്ളത് അധ്യാപകരാണ്. ഇരട്ടി അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ച് ഹയർ സെക്കൻഡറി തലത്തിലാണ് ഇതിൻ്റെ ഏറ്റവും നല്ല വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 അധ്യയന വർഷങ്ങളായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം രേഖപ്പെടുത്തുന്ന ഒരു ജില്ലയായി ഇടുക്കി ജില്ലയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഒരു ചെറിയ നേട്ടമല്ല. അതിൽ ഏറിയ പങ്കും എന്നുള്ളതല്ല, ഏറ്റവും നല്ല ശതമാനം അഭിനന്ദനം അർഹിക്കുന്നത് ഈ ജില്ലയിലെ അധ്യാപകരാണ് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി അധ്യാപകരാണ് അക്കാര്യത്തിൽ ഏറ്റവും ഡെഡിക്കേറ്റഡായി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി പരാമർശിക്കേണ്ട ഒരു വിഷയമാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി അജോ P ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരെ എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചു.
സംസ്ഥാന സെക്രട്ടറി ജിജി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗം നോബിൾ മാത്യു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കട്ടപ്പന നഗരസഭാ കൗൺസിലർ സോണിയ ജെയ്വി വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനിതാ ഫോറം ചെയർപേഴ്സൺ റോസ്മി കുര്യാച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സിബി ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോസ് സെബാസ്റ്റ്യൻ, ടോജി തോമസ്, മാണി കെ സി, ജോയിസ് മാത്യു, മാർട്ടിൻ ജോസഫ്, സലോമി ജോസഫ്, സിജോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ LDF തങ്കമണിയിൽ സായാഹ്ന പ്രതിഷേധ ധർണ നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് തങ്കമണി YMUടെയും മർച്ചന്റ്സ് അസോസിയേഷന്റെയും അഭ്യർത്ഥനയിൽ കാമാക്ഷിയിൽ വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സ്റ്റേഡിയം നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ 1.5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. നിർമ്മാണത്തിനായി പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകി ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയം കാമാക്ഷിയിൽ നിർമ്മിക്കേണ്ടതില്ല എന്നാണ് ഇപ്പോഴുള്ള UDF ഭരണസമിതി തീരുമാനമെടുത്തത്. ഇതിനെതിരെ LDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിന്റെയും ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CB വർഗീസിന്റെയും പരിശ്രമ ഫലമായി അനുവദിച്ച സ്റ്റേഡിയം UDF ഭരണസമിതി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത് ഒട്ടേറെ നല്ല കളിക്കാരെ സൃഷ്ടിച്ച നാട്ടിലെ വോളിബോൾ പ്രേമികളോടുള്ള വെല്ലുവിളിയാണെന്നും LDF ഭരണസമിതി ഏറ്റെടുത്ത നടപടി പൂർത്തീകരിച്ച പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ ധർണ നടത്തിയത്. തങ്കമണി ടൗണിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ പ്രോസസ്സാണ്. അതിന്റെ പുറകെ നിന്നാലേ നടക്കുള്ളൂ. അങ്ങനെ ASും GSും നേടി ടെൻഡറിലേക്ക് കടന്നിരിക്കുന്ന ഒരു വർക്കിന്റെ സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി കൂടിയിട്ട് തീരുമാനിക്കുകയാണ്. ഈ സ്ഥലം അങ്ങോട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച എന്താ സ്ഥിതി? ഇനി വേറൊരു സ്ഥലം പഞ്ചായത്ത് ഭരണസമിതി ചൂണ്ടിക്കാണിച്ചെന്ന് കരുതുക. അങ്ങനെ ചൂണ്ടിക്കാണിച്ചെന്ന് കരുതുക. അപ്പോ ഇപ്പൊ കൊടുത്തിരിക്കുന്ന പ്ലാൻ പോയി, ഇപ്പൊ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് പോയി, 1 എന്നാരംഭിക്കണം. അപ്പോഴേക്കും വർക്കോ ഫണ്ടോ നിൽക്കുമോ? നിൽക്കില്ല. ഈ സ്ഥലം കൊടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചാൽ പിന്നെ പ്രവൃത്തി പോയി എന്നുള്ളതാണ് അർത്ഥം. വേറൊന്നും അർത്ഥമില്ല, അർത്ഥമാക്കേണ്ട കാര്യമില്ല. പിന്നെ 1 വർഷം കൂടി ഈ പ്രോസസ്സ് മുഴുവൻ നടത്തണം. 1 വർഷം കൂടി ഈ പ്രോസസ്സ് മുഴുവൻ നടത്തി പുതിയ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്കിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, അതിന്റെ ഡ്രോയിങ് ഉണ്ടാക്കി, അതിന് അംഗീകാരം മേടിക്കുമ്പോൾ ചിലപ്പോൾ റൂഫ് ഉണ്ടാവില്ല, ചിലപ്പോൾ സ്ഥലത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് പലതും ഉണ്ടാവില്ല. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഇത് നടക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി രാഷ്ട്രീയത്തിന് അതീതമായി തീരുമാനിക്കേണ്ട ഭരണസമിതിയാണ് കാമാക്ഷി പഞ്ചായത്തിന്റെ ഭരണസമിതി. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജോയി കുഴിപ്പള്ളി അധ്യക്ഷനായിരുന്നു. LDF നേതാക്കളായ MJ ജോൺ, KJ ഷൈൻ, മോളിക്കുട്ടി ജെയിംസ്, MK അനീഷ്, PM മനോജ്, PD സത്യൻ, NR അജയൻ, സൈബി തോമസ്, MV ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് ഫ്രണ്ട് MLAക്ക് പുതുതായി വന്നവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ വെച്ചാണ് മെമ്പർഷിപ്പ് വിതരണം നടന്നത്. സോബിൻ ഇലവംപറമ്പിൽ അധ്യക്ഷനായിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനു മുൻപ് കുടിയേറ്റ കാലഘട്ടം മുതലുള്ള ചരിത്രങ്ങൾ എടുക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിലൂടെ ഒട്ടേറെ മികവുകാർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ജില്ലയാണ് ഇടുക്കി എന്നുള്ളതിന് സംശയമില്ല. അതിൽ ഓരോ ഘട്ടത്തിലുള്ള ഇടപെടലുകളും കട്ടപ്പന കേന്ദ്രീകരിച്ചാണെങ്കിലും ജില്ലയുടെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണെങ്കിലും ഉയർന്നു വന്ന ഓരോ വിഷയങ്ങൾക്കും പരിഹാരം കണ്ടെത്താനും പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനും നമുക്ക് സാധിച്ചത് മാണി സാറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനം ഹൈറേഞ്ചിലേക്കും കുടിയേറ്റ ജനതയ്ക്കും ലഭ്യമാക്കാൻ കഴിഞ്ഞു. പാർട്ടിയുടെ കരുത്താർജിച്ചൊരു പ്രദേശമായി ഇടുക്കി മാറി എന്നുള്ളതും പഴയകാല അനുഭവങ്ങളുടെ ഒരു പുതിയ സാഹചര്യങ്ങളിലേക്ക് വന്നപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വ്യതിരിച്ചു. എന്നാൽ അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയത്തക്ക ഒരു ശക്തി ആയിട്ടാണ് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നല്ലവണ്ണം പ്രവർത്തിക്കാനും അതോടൊപ്പം ഈ നിലപാടിനോടൊത്ത് ചേരാനും തയ്യാറാകുന്നു എന്നുള്ളതിൽ വളരെയേറെ അഭിമാനം തോന്നുകയാണ്. 50ലേറെ പേർ മെമ്പർഷിപ്പ് സ്വീകരിച്ചു.
കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് മനോജ് എം തോമസ്, യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപാറ, ബിജു വാഴപ്പനാടി, ജോമറ്റ് ഇളംതുരുത്തി, റിനു മാത്യു, ഐവിൻ ടെസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാജമുടി മാർസ്ലീവ കോളേജിൽ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടത്തി. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സജി കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. രാജമുടി മാർസ്ലീവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ MSW 2023-25 ബാച്ചിലെ 15 വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് നടത്തിയത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സജി കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ വളരെയേറെ നാളത്തെ അധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ നേടുന്ന ഈ ബിരുദം. അതിന് നിങ്ങളെ സഹായിച്ച ഒരുപാട് പേരുകളുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളുടെ നിരന്തരമായ ത്യാഗങ്ങൾ, അതുപോലെ നിങ്ങളുടെ അധ്യാപകരുടെ കരുതൽ, ഇതൊക്കെ തീർച്ചയായിട്ടും നന്ദിയോടുകൂടി നമുക്ക് സ്മരിക്കാം. കോളേജ് മാനേജരും ഇടുക്കി രൂപത വികാരി ജനറലുമായ മോൺസിഞ്ഞർ ജോസ് കരിവേലിക്കൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ പ്രൊഫസർ സിസ്റ്റർ മോളി സ്വാഗതവും ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സെബാസ്റ്റ്യൻ മാത്യു മുഖ്യ പ്രഭാഷണവും നടത്തി. കോളേജ് ബർസാർ ഫാദർ ജെയിംസ് പാലിക്കാമറ്റത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ആനന്ദ് ജോസഫ്, സോഷ്യൽ വർക്ക് വിഭാഗം മേധാവി ഫാദർ സെബാസ്റ്റ്യൻ മനിക്കലേറ്റ്, സ്റ്റാഫ് സെക്രട്ടറി അമൽ മാത്യു, ടീച്ചേഴ്സ് കോർഡിനേറ്റർ രാഗേന്ദു രാജൻ, സ്റ്റുഡൻസ് കോർഡിനേറ്റർ ശ്രീകുട്ടി അഗസ്റ്റിൻ, വിദ്യാർത്ഥി പ്രതിനിധി എൽസ് മരിയ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന പള്ളിക്കവലയിൽ വസ്ത്രങ്ങൾക്കായി മോഡ്രിച്ച് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പള്ളിക്കവല ജോയൽ പ്ലാസ ബിൽഡിംഗിലാണ് മോഡ്രിച്ച് കൗണ്ടർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കവലയുമായി ബന്ധപ്പെട്ട നല്ല ഒരു ഷോപ്പിംഗ് സെന്റർ ഇവിടെ വളർന്നു വരുന്ന എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് സെന്റർ അല്ലെങ്കിൽ ഒരു ഷോപ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു വിവിധ മേഖലകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിക്കവലയിലെ ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷോപ്പിംഗ് സെന്റർ സംവിധാനം ചെയ്തുകൊണ്ടെന്ന് ജോർജിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. നിരവധിയായ സംരംഭങ്ങൾ ഈ ഷോപ്പിംഗ് സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയതായി ആരംഭിക്കുന്ന ഈ ഷോപ്പ് കാലഘട്ടത്തിന് അനുസൃതമായ വസ്ത്രങ്ങൾ ആളുകൾക്ക് നൽകുവാൻ കഴിയത്തക്ക അല്ലെങ്കിൽ പര്യാപ്തമായ ഒരു സ്ഥാപനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്രാൻഡഡ് ഐറ്റംസ് മിക്സിവറിൻ്റെ ബ്രാൻഡഡ് ഐറ്റംസ് എല്ലാം ആളുകൾക്ക് കിട്ടത്തക്ക നിലയിൽ അതിൽ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കട്ടപ്പനയിൽ ലഭ്യമാകുന്ന നിലയിലുള്ള ആ ഒരു ഷോപ്പിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നാട്ടിലെ ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രമുഖ മെൻസ് ബ്രാൻഡുകളായ അമേരിക്കൻ ഈഗിൾ, പെപ്പെ ജീൻസ്, ലീ, വാർഗ്നർ, റയർ റാബിറ്റ്, ലൂയിസ് ഫിലിപ്പ്, ലിനൻ ക്ലബ്, പീറ്റർ ഇംഗ്ലണ്ട്, ലീവിസ്, US പോളോ, ബ്ലാക്ക്ബെറി, രാംരാജ്, MCR, ജോക്കി, വീസ്റ്റാർ എന്നിവയുടെ ഷർട്ട്, മുണ്ട്, ഡെനിം, ഇന്നർവെയർ എന്നിവയുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ അമേരിക്കൻ ഈഗിൾ, പെപ്പെ ജീൻസ്, ലേ, വാർഗ്നർ, റയർ റാബിറ്റ്, US പോളോ, ബ്ലാക്ക്ബെറി എന്നീ ബ്രാൻഡുകൾക്ക് ഒന്നെടുത്താൽ ഒന്ന് സൗജന്യവും ബാക്കി ബ്രാൻഡുകൾക്ക് 50% വരെ ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് മോട്ടോറിച്ച് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, കേരള കോൺഗ്രസ് എം കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടി, BJP കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് സജി, HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു, ജെയിംസ് വർഗീസ്, അരുൺ മത്തായി, KT മത്തായി, ബിന്ദു ജിപ്സൺ, ലിബിൻ വർഗീസ്, വസ്ത്ര കളക്ഷൻ മാനേജിംഗ് ഡയറക്ടർ തങ്കച്ചൻ, സിജോ എവറസ്റ്റ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം നടന്നു. സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാലസിംഗ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കലോത്സവം സംഘടിപ്പിച്ചത്. രാവിലെ 9:30 ആരംഭിച്ച മത്സരം ഉച്ചയോടെ സമാപിച്ചു. പുലി, കടുവ വരെ നീണ്ട വന്യമൃഗങ്ങളുടെ ആക്രമണം നേരിട്ട് ജീവനും കയ്യിൽ പിടിച്ച് ഭയത്തോടെ ജീവിക്കുന്നവർ. കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി റോയ് അധ്യക്ഷയായിരുന്നു. പ്രസിഡന്റ് കെ ബാലസിംഗ് ഉദ്ഘാടനം ചെയ്തു. ഈ പിള്ളേര് ദൈവം നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്. ഈശോ നമുക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റായിട്ടാണ് നമ്മൾ കരുതുന്നത്. അത് നമുക്കൊരു ഗിഫ്റ്റ് തന്നെയാണ്. തുടർന്നുള്ള കാലങ്ങളിലും അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല രീതിയിൽ പഠിപ്പിക്കാനും സർവീശ്വരൻ നിങ്ങളെ അനുകരിക്കട്ടെ. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. കൃത്യമായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരൊക്കെ ഈ സമൂഹത്തിൽ മെച്ചമായി അവർക്ക് ജീവിക്കാൻ കഴിയത്തക്ക സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ തന്നെ കടമയാണ്, അവരുടെ ദൗത്യം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ഒരു കാര്യത്തിൽ, കാരണം ഭിന്നശേഷിക്കാരായ ആ കുട്ടികളെ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ ഒരു മൂല്യം എത്രയെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പഞ്ചായത്ത് തല കലോത്സവത്തിൽ സമ്മാനാർഹരായ കുട്ടികൾക്കാണ് ബ്ലോക്ക് തലത്തിലുള്ള കലോത്സവത്തിലേക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ചക്കപ്പള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിമോൾ ഷിബി, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോബൻ പാനോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ജോസഫ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഓമന സോദരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീന ജേക്കബ്, സ്റ്റെബി CS, ജയ്സമ്മ സണ്ണി, അപ്പുക്കുട്ടൻ പുല്ലനാട്ട്, ജോമോൻ തെക്കേൽ, റോയി എവറസ്റ്റ്, ടോമി അഴകൻ പറമ്പിൽ, കട്ടപ്പന ICDS ഓഫീസർ ലേഖ R തുടങ്ങിയവർ സംസാരിച്ചു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. കാർഡുമം ഗ്രോബേസ് ഫോറെവർ പ്രൈവറ്റ് ലിമിറ്റഡ് ഏലക്കല്ലേല വിവരം. ആകലോട്ട് 120, വിൽപ്പനയ്ക്ക് വന്നത് 17,069, വിൽപ്പന നടന്നത് 16,385. കൂടിയ വില 2,888, ശരാശരി വില 2,433. കട്ടപ്പന കമ്പോളം. കുരുമുളക് 690, ഏലം കൂടിയ വില 2,450, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 875, കൊക്കോ 90, റബ്ബർ 170. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 14,690 രൂപ, വെള്ളി ഗ്രാമിന് 379 രൂപ.
കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. കട്ടപ്പന നഗരത്തിലെ റിംഗ് റോഡുകളുടെ ടെൻഡർ പൂർത്തിയായതായും ഇതോടൊപ്പം നഗര സൗന്ദര്യവൽക്കരണവും നടത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. മലയോര ഹൈവേയിലെ കട്ടപ്പന മുതൽ പുളിയൻമല വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിന് 44 കോടി രൂപ അനുവദിച്ചതായും മന്ത്രി. സീറ്റുകൾ വെച്ചുമാറുന്നത് ഇപ്പോൾ ചർച്ചയിലില്ലെന്നും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ മത്സരിക്കുമെന്നും കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്തിട്ടില്ല. ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂവെന്നും മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കുമെന്നും തൊടുപുഴയിലെ സ്ഥാനാർത്ഥിത്വം കൃത്യസമയത്ത് തീരുമാനമെടുക്കുമെന്നും PJ ജോസഫ്. വിധവയായ വീട്ടമ്മയുടെ പുരയിടത്തിൽ വെച്ചുപിടിപ്പിച്ച ഏലച്ചെടികൾ സഹോദരൻ വെട്ടിനശിപ്പിച്ചതായി പരാതി. കഞ്ഞിക്കുഴി മൈലപ്പുഴ കുളത്തിങ്കൽ ഉഷാരാജുവിന്റെ പുരയിടത്തിലെ 100ഓളം ഏലച്ചെടികളാണ് സഹോദരൻ വെട്ടിനശിപ്പിച്ചത്. വീട്ടമ്മ കഞ്ഞിക്കുഴി പോലീസിൽ പരാതി നൽകി. ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 26 രാവിലെ 9 ഇടുക്കി IDA ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.